ബിഗ് ബോസ് സീസൺ 7 ഏഴിന്റെ പണിയുടെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് എഴുതി ചേർക്കാം. ബിഗ് ബോസ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പഴയ വീട്ടിലുള്ളവരും പിന്നെ അതുപോലെ തന്നെ വന്നു കയറിയ 5 വൈൽഡ് കാർഡും തമ്മിലുള്ള ഒരു യുദ്ധം കൂടിയാണ്. 5 പേരെ നേരത്തെ അകത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ഇവർ ഈ 5 പേര് ഒരു ടീമാകും, ഒരു ഗ്രൂപ്പ് ആകും എന്ന്. ഇനി അവരൊരു ടീം ആയില്ലെങ്കിൽ ബിഗ് ബോസ് അവരെ 5 പേരെയും കൂടെ ഒരു ഗ്രൂപ്പ് ആക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 ടീമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അനുമോളും ജിസേലും 2 തരമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒറ്റ വീടായിട്ടും അല്ലെങ്കിൽ ഒറ്റ ടീമായിട്ട് മാറാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക് ഉണ്ട്. അതായത് ഒരു ഓർഡറിൽ നിർത്തിയിട്ട് ആ ഓർഡർ ഏതാണ്, അവർ നിർത്തിയ ആ ഓർഡർ ഏതാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും ആ ഓർഡർ കാണുമ്പോൾ തന്നെ അറിയാം അത് സ്ക്രീൻ സ്പേസ് ആണ്. ഇപ്പം ശൈത്യ, ബിന്നി, രേണു ഇവർ 3 പേരും ലാസ്റ്റ് വരുമ്പോൾ തന്നെ ഉറപ്പിക്കാം അവർ ഒട്ടും തന്നെ ഇറിറ്റേറ്റിംഗ് ആവുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പോലും പറയാൻ കഴിയില്ല. പിന്നെ അതുപോലെ സ്ക്രീൻ സ്പേസ് വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാമായിരുന്നു. പക്ഷേ അവരത് തെറ്റിച്ചാണ് പറഞ്ഞത്. പകരം 1-2 പേരൊക്കെ സ്ക്രീൻ സ്പേസിന്റെ പേര് പറയുന്നുണ്ട്, പക്ഷേ തെറ്റിപ്പോയി. അത് അനീഷ് എണീറ്റ് നിന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിപ്പോയി. അങ്ങനെ വൈൽഡ് കാർഡാണ് വിൻ ചെയ്തത്. അപ്പോൾ വൈൽഡ് കാർഡിനോട് പറയുന്നത് പണിപ്പുരയിൽ നിന്ന് കിട്ടുന്ന 7ന്റെ പണി അതിന്റെ കൂട്ടത്തിൽ ഒരാളെ ചേർക്കാൻ. അതായത് ഇന്നലെ അക്ബറിന് ഒരു പണി കിട്ടിയില്ലായിരുന്നോ, ഇനി അങ്ങോട്ട് ഈ സീസണിലെ ക്യാപ്റ്റൻ ആകാൻ കഴിയില്ലെന്ന്, അത്തരത്തിൽ ഒരു പണി ഒരാൾക്കും കൂടി ഇന്നും കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പോൾ ആ പണി ഒരാൾക്ക് ആഡ് ചെയ്യാനുള്ളത് ഇപ്പോഴേ പറഞ്ഞേക്കാണ്. അപ്പൊ അവരത് ഒന്നുകിൽ അത് ആര്യന്റെ പേര് പറയാനാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷെ ആര്യന്റെ പേര് പറയുമ്പോൾ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജസിന്റെ ഒരു ഇത് വരും. ജിസേലിന്റെ പേര് പറയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജിസേലിന്റെ പേരാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ജിസേലിന്റെ ഒക്കെ പേര് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അനുമോൾ, ജിസേൽ ഇവരായിരുന്നു ഈ ബിഗ് ബോസ് സീസൺ 7 മൊത്തത്തിലുള്ള ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ ആര്യനും റെന ഫാത്തിമയും ഒക്കെ ജിസേലിന്റെ വാല് പിടിച്ച് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ കോണ്ടന്റ് ആകുന്നത്. അല്ലാതെ ഇവർക്കൊന്നും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അവരൊന്നും ഗെയിം കളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ജിസേലിന്റെ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പുറത്ത് അനുമോൾക്കുള്ള സ്ക്രീൻ പ്രസൻസ് എത്രയാണ്, എത്ര പോസിറ്റീവ് ഉണ്ട്, എത്ര നെഗറ്റീവ് ഉണ്ട്, ഈ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ അനുമോൾ ഇതെല്ലാം ഇപ്പോൾ ജിഷിന്റെ അടുത്ത് നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അനുമോൾക്ക് ഫുള്ളായിട്ടൊരു ഐഡിയ കിട്ടി. പുറത്ത് തൻ്റെ ഗെയിമൊക്കെ അടിപൊളിയാണ്, ബിഗ് ബോസിനകത്ത് എങ്ങനെയെന്നുള്ളത് നോക്കണ്ട, ലാലേട്ടൻ പറയുന്നത് എങ്ങനെയെന്ന് നോക്കണ്ട, ഇതൊക്കെയാണ് അനുമോൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കിട്ടിയ കോൺഫിഡൻസ് ആണ് ഇന്നലെ അനുമോൾ അവിടെ കത്തിച്ച് തീർത്തത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ടാസ്ക് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഗ്രൂപ്പിനകത്ത്, അതായത് മീൻസ് ബിഗ് ബോസ് ഹൗസിനകത്ത് പഴയതായിട്ടുണ്ടായിരുന്ന പല ആൾക്കാരുടെ ഇടയിലും ഒരുപാട് ടെൻഷൻസ് വന്നു. അങ്ങനെ ടെൻഷൻ അടിച്ച 3 പേര്, അതിനകത്ത് രേണു സുധിക്ക് ടെൻഷനൊന്നും ഇല്ല കേട്ടോ, അത് നമുക്ക് മാറ്റി നിർത്താം. ബിന്നി, ശൈത്യ ഇവർ 2 പേരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അതായത് ഇവരെ കുറിച്ച് ആരും അധികം ചർച്ച ചെയ്യുന്നില്ല, ഇവർക്കൊന്നും സ്ക്രീൻ പ്രസൻസ് ഇല്ല എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് ശൈത്യയുടെ ഫേസ് ആണ് ഏറ്റവും കൂടുതൽ കാണേണ്ടിയിരുന്നത്. നെഗറ്റീവ് ആണ് എന്ന് ശൈത്യക്ക് 100% ഉറപ്പായിട്ടുണ്ട്. കാരണം വന്നപ്പോൾ തന്നെ ആ ജിഷിന്റെ വായിന്ന് കട്ടപ്പ വിളി കിട്ടി, കട്ടപ്പ ശൈത്യ. ഇതെല്ലാവരും വിളിച്ച പേരുകളായതുകൊണ്ട് തന്നെ അങ്ങനെ ശൈത്യക്ക് ആ ഒരു പുറത്ത് ആൾക്കാർ ഈ അനുമോളെ തമ്മി തെറ്റിക്കുന്ന, അല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിന്ന് അനുമോളെ ചതിച്ചു എന്നൊക്കെ പുറത്ത് എല്ലാവരും പറയുന്നുണ്ട് എന്നൊരു ബോധ്യം ശൈത്യക്ക് വന്നു. പിന്നെ ബിന്നിയാണെങ്കിൽ ഈ വൈൽഡ് കാർഡ് വന്ന് അവരുടെ വായിൽ നിന്ന് ഒരു ചെറിയൊരു കാര്യം വീണപ്പോൾ തന്നെ, അതായത് ഈ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്ന സംഭവം അത് പുറത്തും അങ്ങനെ തന്നെയാണ് ആ ഇമേജ് എന്ന് കണ്ടപ്പോൾ തന്നെ ബിന്നിക്കും ഇമേജ് കോൺഷ്യസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ബിന്നി അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് ഇപ്പോഴും എല്ലാവരടുത്തും, ഇപ്പൊ ഈ വൈൽഡ് കാർഡ് വന്നവരടുത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവിടെയും പോയി ബിന്നി സംസാരിക്കുന്ന രീതി ഇതൊക്കെയാണ്. ഈവൻ ആ ഒരു ഇന്നലെ അടി നടന്ന സമയത്ത് ഷാനവാസ് ബിന്നിയുടെ പേര് എടുത്തു പറയുന്നുണ്ടായിരുന്നല്ലോ, ജിഷിൻ. അതായത് ബിന്നി ഇങ്ങനെ പറയുന്നുണ്ട്, അനുമോള് ആര്യനെ ഇങ്ങനെ നോക്കി വളയ്ക്കാൻ ശ്രമിച്ചു, ചിരിച്ചു, കൊഞ്ചിക്കുഴഞ്ഞു എന്നൊക്കെ ബിന്നി പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഷാനവാസ് ഇങ്ങോട്ട് കയറി വന്നിട്ട് ബിന്നിയുടെ ചുറ്റും കിടന്ന് ഒപ്പന കളിക്കുകയാണ്. സത്യത്തിൽ ആ സീനൊക്കെ സംഭവം കാണുമ്പോൾ മനസ്സിലാവും. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വിലയിരുത്തലുകളൊക്കെ ഏകദേശം കറക്റ്റാണ്. പക്ഷെ ചില വിഷയങ്ങളിൽ വരുമ്പോഴത്തേക്കും അതൊക്കെ ഒരു എക്സ്ട്രീം ആയി പോകുന്നുണ്ട്. ഇവരൊക്കെ ഇവരുടെ പേഴ്സണൽ ലൈഫിനെ വെച്ച് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഗെയിം കളിക്കുന്നതാണ് കുഴപ്പം. അപ്പോൾ ഏതായാലും ശരി, ഇനി വരാൻ പോകുന്ന ഈ വൈൽഡ് കാർഡ് വേഴ്സസ് ഓൾഡ് ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് എന്നുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്നവരെല്ലാവരും ഒറ്റക്കെട്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും അനുമോൾ മിക്കവാറും ഈ വൈൽഡ് കാർഡിന്റെ കൂടെ പോകാനാണ് സാധ്യത. അനുമോളുടെ കൂടെ ഇതുവരെ നിന്ന ആദില, നൂറ, ഇവരുടെ 2 പേരുടെയും പേരെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ശൈത്യ ഇപ്പൊ അനുമോളടുത്ത് ഒട്ടും പോകാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ആദിലയും നൂറയും ഇപ്പോഴും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരുടെ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്.
അവരെങ്ങോട്ട് ചാടുമെന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടാകാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഇന്നത്തെ ദിവസം അനീഷാണ് തുടക്കം വെച്ചിരിക്കുന്നത്. എല്ലാം അനീഷിന്റെ അടുത്തേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ ഒരു പഴയ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെ ഒരു ലീഡറാക്കി നിർത്തുകയോ അല്ലെങ്കിൽ അനീഷിനെ കൊണ്ട് സംസാരിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. കാരണം കിട്ടുകയാണെങ്കിൽ അനീഷിന് കിട്ടിക്കോട്ടെ എന്ന് നയിക്കോളും. അപ്പോൾ ഏതായാലും ശരി, ഒരു ലൈവിലൊരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സംസാര വിഷയങ്ങളൊക്കെ ഇപ്പം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. ഏതായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.